ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഞാനൊരു ഇറ്റാലിയൻ ചിത്രത്തിന്റെ കഥയെക്കുറിച്ചാണ് പറയുന്നത്. സിനിമയുടെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അടങ്ങാത്ത ആസക്തിയോടെ കാണുന്നവരോടെല്ലാം കളി ചോദിച്ചു നടക്കുന്ന കഥാനായികയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. സിനിമയുടെ മുഴുവൻ സ്റ്റോറിയും എന്തെന്നറിയാനായി ഈ വീഡിയോ മുഴുവനും കാണൂ. കഥ തുടങ്ങുമ്പോൾ കഥയിലെ ഹീറോയിൻ സൈക്കിളിലൂടെ സവാരി നടത്തുന്നതാണ് കാണിക്കുന്നത്. അവളുടെ വേഷങ്ങൾ ശരീരം മറയ്ക്കാതെ ഉള്ളതായിരുന്നതുകൊണ്ട് അവൾ എല്ലാവർക്കും കാണാൻ പാകത്തിന് തന്നെ ഒരു ഫ്രീ ഷോ നടത്തുന്നു. നായിക വളരെ ഓപ്പൺ ആണെന്ന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുറന്ന പ്രദേശത്തിലാണ് ഹീറോയിന്റെ പ്രദർശനം നടക്കുന്നത്. അവിടെ സൈക്കിളിൽ ഒരു റൗണ്ട് അടിച്ച ശേഷം അവൾ നേരെ വണ്ടി വിട്ടു. പോകും വഴിയിൽ ആടുമേക്കാൻ ഇരുന്നവനും ഹീറോയിൻ കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. തുടർന്ന് വഴിനീളെ കാറ്റിൽ പറന്ന് കളിക്കുന്ന അവളുടെ വേഷങ്ങൾ ഉയർന്നു പൊങ്ങുന്നതിലൂടെ എല്ലാം കാണിച്ചുകൊണ്ട് തന്നെ അവൾ വണ്ടി വിട്ടു. തുടർന്ന് ഹീറോയിൻ വന്നെത്തിയത് അവളുടെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന ബേക്കറിയിലേക്കാണ്. ഹീറോയിനും അവിടെയാണ് ജോലി ചെയ്യുന്നത്. കഥയിലെ ഹീറോ അപ്പോഴാണ് വരുന്നത്. അവിടെ വച്ച് കണ്ടപാടെ ഹീറോയിൻ അവനെയും കൂട്ടി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി പരിപാടികൾ ആരംഭിച്ചു. പക്ഷേ വലിയ കളികൾ ആവശ്യപ്പെട്ട അവളോട് അതൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് ഹീറോ പറയുന്നു. പക്ഷേ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നതും ഹീറോയുടെ ഫ്രണ്ട് കയറി വരുന്നതോടെ അതൊക്കെ അവസാനിച്ചു. തുടർന്ന് ബേക്കറി ജോലി ഉണ്ടെങ്കിലും ഹീറോയിന്റെ അച്ഛന്റെ മറ്റൊരു പ്രധാന ജോലിയായിരുന്നു കുത്തുപടം സംവിധാനം ചെയ്യുന്നത്. അയാൾ വീട്ടിൽ വെച്ച് അതിന്റെ ജോലി തിരക്കിൽ ആയിരുന്ന സമയം ഹീറോയിൻ അയാൾക്ക് കഴിക്കാനായി ഫുഡ് കൊണ്ടുവരുന്നു. തുടർന്ന് ഷെൽഫിലിരിക്കുന്ന ഒരു ബൊമ്മ എടുക്കാനായി അവൾ മുകളിലേക്ക് കയറി. തിരിച്ചിറങ്ങാനായി അവൾ അച്ഛനെ സഹായിക്കാനായി വിളിപ്പിച്ചു. ആ സമയം അയാൾ അവളെ താഴെ ഇറക്കുന്ന തക്കത്തിൽ അവളുടെ ഡ്രസ്സിനുള്ളിലൂടെ നോക്കുന്നു. അത് ഹീറോയിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവൾക്ക് ആ സമയം വല്ലാത്ത തോന്നലുകൾ മനസ്സിൽ ഉണ്ടായി. അത് കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി വാതിലടച്ചു. അപ്പോഴേക്കും അവൾക്ക് വികാരം അടക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. ഹീറോയുമൊത്ത് നടന്ന പരിപാടിയും തൊട്ടു മുമ്പ് തന്റെ അച്ഛന്റെ പ്രവൃത്തിയുമൊക്കെ ഓർത്ത് ഹീറോയിനൊരു കൈപ്പണി നടത്തി. അങ്ങനെ ആ വികാരം അവളെ അതിന്റെ കൊടുമുടിയിൽ എത്തിച്ചു. അടുത്ത ദിവസം ഹീറോയിന്റെ അച്ഛൻ അയാളുടെ ഭാര്യയെ വസ്ത്രങ്ങളൊക്കെ മാറ്റിച്ച് ചിത്രങ്ങൾ എടുക്കുന്നു. ഭാര്യയെ മൂടാക്കി അയാളുടെ ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ച് തന്നെ അവർ പരിപാടി നടത്തുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ ചെയ്തികളൊക്കെ ഹീറോയിൻ മാറി നിന്ന് കാണുകയായിരുന്നു. അവരുടെ പ്രവൃത്തികൾ കണ്ടതോടെ ഹീറോയിൻ വാ പൊളിച്ച് നിന്നു പോകുന്നു. മാത്രമല്ല അവൾ അതൊക്കെ ഓർത്ത് കൈവിദ്യകളും പ്രയോഗിക്കുന്നു. തുടർന്ന് ഒരു ദിവസം ഹീറോയും കുട്ടി പുറത്തേക്ക് പോയി. അവിടെ വെച്ച് ഹീറോയിൻ അവനെ പരിപാടി നടത്താനായി ക്ഷണിക്കുന്നു. പക്ഷേ ഹീറോയ്ക്ക് വലിയ രീതിയിലുള്ള കൈവിട്ട കളികൾ കളിക്കാൻ പേടിയായിരുന്നു. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു അവന്റെ മറുപടി. പക്ഷേ ഹീറോയിന് അത് കേട്ടപ്പോൾ അവനോട് ദേഷ്യമായി. അവനോട് അവൾ വഴക്കിടുന്നു. ശേഷം ഹീറോ അവിടെ നിന്നും സ്ഥലം വിട്ടു. പക്ഷേ അടക്കാനാവാത്ത ആസക്തി ഉണ്ടായിരുന്നതുകൊണ്ട് ഹീറോയിൻ അവളുടെ വേഷങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതൊന്ന് തീർക്കാനായി അവിടെ വഴിയിൽ കാണുന്നവരോടെല്ലാം തന്റെ അടുത്തേക്ക് വരാനായി വിളിച്ചു കൂവാൻ തുടങ്ങി. ആ സമയം സീൻ പിടിക്കാനായി ബൈനാക്കുലറും വെച്ച് ഒരു മൊട്ടത്തലയൻ ആ കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അയാൾ ഓൾറെഡി ഒരുപാട് പേരുടെ സീനുകൾ അതിലൂടെ പിടിച്ചു കഴിഞ്ഞിരുന്നു. ഹീറോയിന്റെ ഒച്ച കേട്ട് അവൻ അവളുടെ അടുത്തേക്ക് പോയി. പക്ഷേ ഹീറോയിന്റെ കലിപ്പ് ലുക്കിലെ നിൽപ്പ് കണ്ടതോടുകൂടി അവൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാനുള്ള കെൽപ്പ് തനിക്കില്ല എന്നോർത്ത് അയാൾ പേടിച്ച് ഓടിപ്പോകുന്നു. അടുത്ത സീനിൽ ബേക്കറിയിലെ ജോലി തിരക്കുകളിലായിരുന്നു ഹീറോയിനും അവളുടെ അച്ഛനും. ആ സമയം ഹീറോയിന്റെ അച്ഛൻ അവളെ തന്നെ നോക്കിയൊരു വല്ലാത്ത രീതിയിൽ തന്റെ ജോലി തീരെ ശ്രദ്ധ കൊടുക്കാതെ ചെയ്യുന്നു. ആ സമയം അയാളുടെ കൈവിരൽ ചെറുതായി ഒന്ന് മുറിയുന്നു. മുറിഞ്ഞ വിരലിൽ നിന്നും ചോര വന്നു തുടങ്ങിയപ്പോൾ ഹീറോയിൻ ആ വിരൽ വായിലാക്കി നുണയാൻ തുടങ്ങി. അവരുടെ ആ പ്രവൃത്തി അതിരുവിടുന്ന അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി. ആ സമയം അവളുടെ അമ്മ അത് കാണുകയും അവളെ അകത്തേക്ക് കയറിപ്പോകാൻ പറഞ്ഞ് വഴക്കു പറയുകയും ചെയ്യുന്നു. തുടർന്ന് അത് നിന്റെ മകളാണെന്ന ഒരു വിചാരം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവൾ ഹീറോയിന്റെ അച്ഛനെയും ശകാരിക്കുന്നു. അടുത്ത സീനിൽ ഹീറോയിന്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനായി അവൾ കടയിലേക്ക് പോകുന്നു. അവൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് മുറിയിലേക്ക് പോയി അത് ഇട്ടു നോക്കാൻ തുടങ്ങി. ആ സമയം തൊട്ടടുത്ത മുറിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട് അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കി. അവൾ ആ സംഭവം എന്താണെന്നറിയാനായി ആ കീഹോളിലൂടെ അകത്തേക്ക് നോക്കുന്നു. അവിടെ ഹീറോയിന്റെ അച്ഛനും മറ്റൊരു പെണ്ണുമായി പൊരിഞ്ഞ ഡിങ്കോൾഫിക്കേഷൻ നടക്കുകയായിരുന്നു. അയാൾ ഒരു പെണ്ണിനെ കറക്കിയെടുത്ത് തന്റെ സിനിമയ്ക്കായി കുറെ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം നൈസായി അവിടെ ഉണ്ടായിരുന്ന റൂമിലേക്ക് കയറി പരിപാടികൾ തുടങ്ങി കഴിഞ്ഞിരുന്നു. ഹീറോയിന് അതൊക്കെ കണ്ടതോടെ മൂഡ് കയറാൻ തുടങ്ങി. അവൾക്ക് ആ കാഴ്ച ഉള്ളിൽ ഉറങ്ങിക്കിടന്ന വികാരങ്ങളെ ഉണർത്താൻ തുടങ്ങി. അതേ മൂഡിൽ തന്നെ അവൾ നേരെ ഒരു ബാറിലേക്ക് പോകുന്നു. അവിടെ അവൾക്കൊപ്പം ഹീറോയും ഉണ്ടായിരുന്നു. ഹീറോയിൻ അവിടെ അവന്റെ ഒപ്പം സംസാരിച്ചിരിക്കവേ ഒരു ചെറുതങ്ങോട്ടെടുത്ത് അടിക്കുന്നു. അതിൽ തന്നെ ഹീറോയിൻ ആകെ തലയ്ക്ക്
മയക്കി പിടിച്ച് അവൾ അവിടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഡാൻസ് എന്നാൽ വെറും ഡാൻസ് ആയിരുന്നില്ല. മറ്റുള്ളവർ കാണുക തന്നെ അവൾ തുണികളൊക്കെ ഉയർത്തിയെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള കളികളായിരുന്നു അവിടെ നടന്നത്. കുടിച്ച് ബോധം പോകാറായപ്പോൾ അവൾക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടാൻ തുടങ്ങി. ഇതൊക്കെ കാണുന്ന ഹീറോയ്ക്ക് കലിപ്പായി തുടങ്ങി. ആ നേരം ഹീറോയിന്റെ ഡാൻസ് കണ്ട് അവിടെ ഇരുന്ന കുറച്ചുപേർ അവളുടെ അടുത്തേക്ക് വന്ന് വളരെ ക്ലോസ് ആയി അവളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ തുനിയുന്നു. അവന്മാരുമായി അടിയുണ്ടാക്കി. ഒടുവിൽ അവിടെ ആകെപ്പാടെ ചളക്കുളമായി. പക്ഷേ ഹീറോയിന് അപ്പോഴേക്കും ചെറിയ ബോധം വന്നു തുടങ്ങിയിരുന്നു. സുഖിച്ചു നിന്ന ഹീറോയിൻ തന്റെ ഉള്ള ആസ്വാദനം കൂടി കളഞ്ഞു കുളിച്ച ഹീറോയോട് ചൂടായി. നീ പുല്ല് തിന്നുകയുമില്ല, അത് ചെയ്യുന്നവരെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന് വച്ചാൽ ഞാൻ പിന്നെ എന്തു ചെയ്യണമെന്ന് അവൾ പറയുന്നു. അതിനൊക്കെ പറയാനായി ഹീറോയ്ക്ക് അവന്റേതായ ന്യായങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റില്ല, നമുക്ക് ഇവിടെ വെച്ച് പിരിയാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനോട് വഴക്കിട്ട് തിരികെ പോകുന്നു. അവൾ അവിടെ നിന്നും ഓടി ഒരു കാറിൽ കയറി. തിരികെ വീട് പിടിക്കാനായി കാറ് പിടിച്ച അവൾ കാറിൽ ഇരുന്ന് ഒന്ന് ചെറുതായി മയങ്ങി പോകുന്നു. ആ നേരം കാറിന്റെ ഡ്രൈവർ അവളെ ഒന്ന് നോക്കി. ശേഷം അവൾ ഉറങ്ങുന്ന തക്കമായതുകൊണ്ട് അയാൾ അവളുടെ ദേഹത്തൊന്ന് കൈവച്ച് നോക്കി. ഹീറോയിൻ നല്ല ഉറക്കമാണെന്ന് മനസ്സിലാക്കി അയാൾ കൈപ്പണികൾ ചെയ്തു തുടങ്ങി. പക്ഷേ സംഗതി പന്തികേടായി തോന്നിയപ്പോൾ ഹീറോയിൻ ഉണരുന്നു. ശേഷം അവൾ അയാളെ പിടിച്ചുമാറ്റി. കലിപ്പ് കയറിയ അവസ്ഥയിലായിരുന്ന ഹീറോയിൻ അയാളെ തല്ലി ഓടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. തിരികെ നല്ല അസൽ മഴയെ നനഞ്ഞാണ് ഹീറോയിൻ വീട് പിടിച്ചത്. ഇതേ സമയം ഹീറോയിന്റെ പലപ്പോഴായുള്ള മൂടുകയറ്റത്തിന്റെ കാര്യമോർത്ത് മൂടുകയറിയ ഹീറോ ഒരു പടക്കം ചേച്ചിയുടെ അടുത്തേക്ക് വച്ചു പിടിച്ചു. അവിടെ എത്തിയപ്പോൾ പിന്നെ ഹീറോയ്ക്ക് അവന്റെ ഉള്ളിലെ ആസക്തി തീർക്കാൻ ചേച്ചിയും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹീറോ അവന്റെ അന്നത്തെ ദിവസം ശരിക്കും ആർമാദിക്കുന്നു. തുടർന്ന് അന്ന് രാത്രി നല്ല അടിപൊളി മഴയെ നനഞ്ഞ് വീടെത്തിയ ഹീറോയിൻ അവളുടെ അച്ഛനെ അവിടെ കാണുന്നു. ഹീറോയിന് അടങ്ങാത്ത ആസക്തി ഉള്ളിൽ ആളിക്കത്താൻ തുടങ്ങിയ സമയമായിരുന്നു അത്. അവൾ ആകെപ്പാടെ നനഞ്ഞ വേഷം മാറ്റി തരാനായി അയാളോട് പറയുന്നു. അയാൾക്ക് ആകെപ്പാടെ കൈവിട്ട അവസ്ഥയായി മാറി. തുടർന്ന് അവർ അതിരിവിട്ട പ്രവൃത്തികളിലേക്ക് കടക്കുന്നു. ആ സമയം ഹീറോയിന്റെ അമ്മ അവിടേക്ക് വരുന്നു. അവരുടെ ആ പ്രവൃത്തികൾ കണ്ട് അവൾ ഭർത്താവിനെ തല്ലുന്നു. ഇത് നിന്റെ മകളാണ്, നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ച് അവർ വഴക്കിട്ടു. പക്ഷേ ഹീറോയിൻ തന്റെ ഭർത്താവിന് ജനിച്ച മകളല്ല എന്നും അവൾ ആ നിമിഷം അവരോട് രണ്ടുപേരോടും വെളിപ്പെടുത്തുന്നു. നിങ്ങൾ വീട്ടിൽ ഇല്ലാതിരുന്ന ഒരു ദിവസം നിങ്ങളുടെ ഫ്രണ്ട് ഇവിടേക്ക് വന്നിരുന്നു. അന്ന് രാത്രി വീട്ടിൽ കറണ്ട് ഇല്ലാതിരുന്ന സമയം അയാൾ എന്റെ നേരേക്ക് പാഞ്ഞുകൊണ്ട് പരിപാടികൾ നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ അതൊരു പതിവായി മാറിയിരുന്നു. അയാളിൽ എനിക്ക് ജനിച്ച മകളാണ് ഹീറോയിൻ എന്ന് അവർ അങ്ങനെ സത്യങ്ങൾ അയാളെ അറിയിക്കുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ഭാര്യയെ തല്ലിയോടിക്കും വഴക്കുകൂടും എന്നൊക്കെ ചെയ്യുമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഭാര്യ ഫ്രണ്ടിന്റെ ഒപ്പം കഴിഞ്ഞു എന്നറിഞ്ഞതും ഹീറോയിന്റെ അച്ഛൻ അക്കാര്യങ്ങളോർത്ത് മൂടുകയറി ഭാര്യയുമായി അവിടെ വെച്ച് പരിപാടികൾ നടത്തുന്നു. അതവൾക്ക് ഒരു പുതിയ അനുഭവമായി തോന്നുന്നു. അങ്ങനെ അടുത്ത ദിവസം ഹീറോയെ കാണാനായി ബേക്കറിയിലേക്ക് പോകുന്നു. അവനെ കാണാനായി നന്നായി ഒരുങ്ങി സുന്ദരിയായി പിണക്കം മാറ്റാനായി വേണ്ടിയാണ് അവൾ അങ്ങോട്ട് പോയത്. പക്ഷേ ഹീറോയിനെ കണ്ടപാടെ അന്ന് ബാറിൽ വെച്ച് വഴക്കുകൂടി ഒരു കാറിൽ കയറി ഹീറോയിൻ പോയതിനെ കുറിച്ച് അവൻ അവളെ ചോദ്യം ചെയ്യുന്നു. നീ ആർക്കൊപ്പമാണ് പോയത്, അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഹീറോ അവളോട് തിരക്കി. ഹീറോയിൻ ഉടനെ വള്ളിപുള്ളി തെറ്റാതെ കാര്യങ്ങൾ വിശദീകരിച്ചു. താൻ ഉറക്കമായിരുന്ന സമയം അയാൾ കൈകൾ കൊണ്ട് ജാലവിദ്യകൾ പലതും നടത്തിയപ്പോൾ ഞാൻ അറിയാതെ ഉണർന്നു നോക്കിയപ്പോഴാണ് അവൻ പണി പറ്റിച്ചു എന്നത് അറിഞ്ഞതെന്ന് ഹീറോയിൻ അവനോട് പറയുന്നു. അതുകൊണ്ട് പേടിക്കേണ്ടതായി ഒന്നും നടന്നില്ല എന്ന് അവൾ പറയുന്നു. പക്ഷേ എല്ലാം കേട്ടിട്ടും വിശ്വാസമാകാതെ നിന്ന അവനോട് നീ തന്നെ പരിശോധിച്ച് നോക്കിക്കോളൂ എന്ന് ഹീറോയിൻ പറയുന്നു. അത് കേൾക്കേണ്ട താമസമായിരുന്നു ഹീറോയ്ക്ക്. അവൻ അവളെ പരിശോധിച്ച് നോക്കാൻ തന്നെ തീരുമാനിച്ച് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പക്ഷേ ഹീറോയ്ക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൻ ഒരു പരിപാടി അവിടെ വെച്ച് നടത്തി. ഹീറോയിൻ ഇത്ര നാള് നിർബന്ധം പിടിച്ചിട്ട് ചെയ്യാതിരുന്ന കാര്യം ഹീറോ ആദ്യമായി ഏറ്റെടുത്ത് നടത്തിയതിൽ അവൾ വല്ലാതെ ഹാപ്പിയാകുന്നു. തുടർന്ന് കളികൾ വലിയ രീതിയിലേക്ക് പോകുന്നതോടെ അവളെ മറ്റാരും ഒരു തരത്തിലും കളങ്കപ്പെടുത്തിയിട്ടില്ലെന്ന് ഹീറോയ്ക്ക് ബോധ്യമാകുന്നു. അങ്ങനെ തന്റെ ആസക്തി തീർത്ത സന്തോഷത്തിലായി ഹീറോയിൻ. അപ്പോൾ ഹീറോയ്ക്കും അവളെ ഓർത്ത് സന്തോഷമാകുന്നു. തുടർന്ന് അന്നത്തെ സന്തോഷത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസവും ഹീറോയ്ക്കും ഹീറോയിനും കല്യാണം നടക്കുന്നു. അതൊരു വലിയ ആഘോഷമായാണ് എല്ലാവരും നടത്തിയത്. പക്ഷേ സിനിമയുടെ അവസാനം മൊത്തത്തിൽ ട്വിസ്റ്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് അവിടെ നടന്ന പാർട്ടിയിൽ ഹീറോ അവന്റെ ഭാര്യയുടെ അമ്മയുമായി ചുംബിക്കുകയും മറ്റു ഡിങ്കോൾഫിക്കേഷൻ ഒക്കെ നടത്തുന്നു. പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ ഒരാൾ കേക്ക് ഉണ്ടാക്കിയത് കണ്ട് അവിടെ പലരുടെയും കണ്ണു തള്ളി പോകുന്നു. ആ കേക്ക് മറ്റൊരു പെണ്ണ് കഴിക്കുന്ന രീതി കണ്ട് എല്ലാവരുടെയും കണ്ണു തള്ളി. ഇതേ നേരത്ത് ഹീറോയിൻ അവളുടെ അച്ഛന്റെ ഒപ്പം ഒരു മുറിയിലേക്ക് കയറി പോകുന്നു. അവിടെ വെച്ച് അവൾ പഴയ പോലെ വേഷങ്ങൾ ഉയർത്തിപ്പിടിച്ച് അയാളെ മൂടാക്കാൻ നോക്കി. ഇനിയും ഇതുപോലൊരു അവസരം പാഴാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ അവിടെ വെച്ച് അവളുമായി പരിപാടികൾ ആരംഭിച്ചു.
ഹീറോയിനും അതൊക്കെ ആസ്വദിക്കാനും തുടങ്ങി. കല്യാണത്തിന് വന്ന മറ്റ് അതിഥികളെല്ലാം തന്നെ വേഷങ്ങളൊക്കെ അയച്ചു മാറ്റി അവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. എല്ലാവരും അങ്ങനെ തന്നെ ആഘോഷിക്കുന്നത് കാണിച്ച് ഈ സിനിമ പറഞ്ഞവസാനിക്കുന്നു. ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തതായി നിങ്ങൾക്ക് ഏത് മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ് വേണ്ടതെന്ന് ഒരു കമന്റ് ചെയ്യൂ. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.